ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇലക്ട്രോ മാഗ്നറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഒരാളും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ വാട്ട് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ്? വായിച്ചു നോക്കിയേ. വെൻ an electric current flows through a wire, ഒരു വയറിലൂടെ ഇലക്ട്രിക് കറണ്ട് പോകുന്ന സമയത്ത്, അപ്പൊ ഇലക്ട്രിക് കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? അവിടെ സെല്ല് വേണം ആൻഡ് ഒരു വയറും വേണം. ആ സെല്ലിനെ വയറുമായിട്ട് കണക്റ്റും ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് എല്ലാവരും നോക്കിക്കോ. ഒരു സെല്ലാണ്. സെല്ലിന് ഒരു വലിയ ലൈനും ഒരു ചെറിയ ലൈനും നമുക്ക് കാണാൻ പറ്റും. ഈ വലിയ ലൈനാണ് പോസിറ്റീവ് എന്ന് പറയും. എന്താണ്? പോസിറ്റീവ്. ഈ ചെറുതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് മക്കൾ മനസ്സിലാക്കണം, നമ്മള് വയറിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലെ. അപ്പൊ ഒരു വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുമെന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിച്ച ആള് ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക. when an electric current flows through a circuit അല്ലെങ്കിൽ flows through a wire, it creates a magnetic field around the wire. നമ്മുടെ ഈ വയറിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഇത് കാണുന്നുണ്ടല്ലേ, ഒരു അയേൺ നെയിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ സെറ്റപ്പ് ഒന്ന് മനസ്സിലാക്കുക. ഒരു വയറ് വേണം, ഒരു അയേൺ നെയിൽ വേണം അല്ലെ. എന്തിനാണ് നമ്മൾ അയേൺ നെയിലിനെ ഈ ഒരു കോപ്പർ വയറാണ് നമ്മളിവിടെ വയറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ കോപ്പർ വയർ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒരെന്റെ നെഗറ്റീവിലോട്ടും മറ്റേ എന്റെ പോസിറ്റീവിലോട്ടും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം കറണ്ട് എന്ത് ചെയ്യും? ഇതിലൂടെ ഫ്ലോ ചെയ്യും അല്ലെ. കറണ്ട് എവിടെ നിന്നും എവിടേക്കാ ഫ്ലോ ചെയ്യുക? കറണ്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതെന്താവാണ്? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നമ്മള് മുട്ടു സൂചിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുപോയി കാണിച്ചാല് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഇതൊരു മാഗ്നറ്റ് ആയത് മാറിയത് കൊണ്ടാണ് അല്ലെ. ഇനി കറണ്ട് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളിത് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കുന്ന കേസ് അല്ലെ. അതായത് നമ്മൾ കണക്ഷൻ ഇല്ലാത്ത കേസില് ഇതിലൂടെ കറണ്ട് ഒഴുകുമോ? ഇല്ല. കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇത് മാഗ്നറ്റ് ആവില്ല. കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റ് ആവും, കറണ്ട് ഇല്ലെങ്കിൽ എന്താവില്ല? അത് മാഗ്നറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ടെമ്പററി മാഗ്നറ്റ് എന്നാണ് പറയാം. നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിനൊക്കെ അല്ലെ മാഗ്നറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മാഗ്നറ്റിന് ഉണ്ടാക്കാൻ പറ്റും. അതിനവർക്ക് നല്ല ശക്തി ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആൻഡ് ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ ചിത്രം ഫിഗർ തന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദിസ് അറേഞ്ച്മെന്റ് ഷോൺ? ഇപ്പൊ നമ്മളിത് പഠിച്ചിട്ട് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷെ എക്സാമിന്റെ സമയത്ത് ഇതാ ഇതുപോലെ അല്ലെ. കാരണം നമുക്കറിയാം എക്സാമിന് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകെ സീനാവും. സോ നിങ്ങൾ നോക്കണം, വാട്ട് ഈസ് ദ അറേഞ്ച്മെന്റ് ഷോൺ? എന്താണ്? ദിസ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. Next question, write 2 methods to increase the strength of this arrangement. ഈ ഒരു അറേഞ്ച്മെന്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ ഉദ്ദേശിച്ചത്, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതിലൂടെയുള്ള കറണ്ടിന്റെ അളവ് കൂട്ടുക. അതായത് ഇപ്പൊ ഒരു സെല്ലാണല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൂട്ടിയാൽ അതിലൂടെയുള്ള കറണ്ടിന്റെ ഫ്ലോ കൂടും അല്ലെ. കറണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. കറണ്ടിന്റെ സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും കൂടും. അതുപോലെ തന്നെ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ഈ കോപ്പർ വയറിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെയുള്ള ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വയറിന്റെ തിക്നെസ് കൂട്ടുക. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.